നമുക്കിന്ന് ദുബായ് പള്ളിയിലെ പള്ളിപ്പെരുന്നാൾ കാണാൻ പോയാലും നാട്ടിലെ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോസ് കണ്ട് ഇങ്ങനെ സാഡടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ദുബായ് സെൻറ് മേരീസ് കത്തോലിക് ചർച്ചിൽ പള്ളിപ്പെരുന്നാൾ ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് പള്ളിപ്പെരുന്നാൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് മിസ്സാക്കാതെ തന്നെ ഓടിപ്പോയി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറയാലോ, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഓർത്തഡോക്സ് സഭ അല്ലാതെ വേറൊരു സഭയിലെ പള്ളിപ്പെരുന്നാൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളും എനിക്ക് വളരെ പുതുമയുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇത് സെൻറ്റ് സെബാസ്റ്റ്യൻ നാമധേയത്തിലുള്ള പെരുന്നാളായിരുന്നു കേട്ടോ. ഈ ഒരു പെരുന്നാളിന് അമ്പ് പെരുന്നാളെന്നും പിണ്ടി പെരുന്നാളിനും മറ്റു പേരുകളുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് ഇന്നത്തെ നേർച്ച എന്ന് പറഞ്ഞാൽ മുത്തുക്കൊടിയും അത് കണക്കന്നെ അമ്പെഴുന്നള്ളിപ്പുമായിരുന്നു. അതിനുശേഷം പ്രദർശനമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ മാതാവിനെയാണ് കൊണ്ടുപോയത്. അതിനുശേഷം വന്ന ഈ ഒരു പുണ്യാളൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കുറേ പേര് ഓൺലൈൻ പുണ്യാളൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ അൽഫോൺസാമ, വിശുദ്ധ അൽഫോൺസാമയുടെ ഇത് വന്നു. അതിനുശേഷം നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻസിൻ്റെയും വന്നു. പ്രദർശനം കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ മുൻഭാഗത്തായിട്ട് നല്ല ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ ചേർന്ന് അടിപൊളി ഒരു പെരുന്നാൾ വൈബായിരുന്നു. അതിനുശേഷം നമ്മുടെ പള്ളിയുടെ വകയായിട്ട് നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നേർച്ചയൊക്കെ വാങ്ങിച്ച് ഇന്നത്തെ ദിവസം ഈ ഒരു സൺഡേ അടിപൊളിയായിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്തു.